ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പറയുന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1958 മുതലാണ് നൽകി തുടങ്ങിയത്. അതിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് കെ സച്ചിദാനന്ദൻ, സെക്രട്ടറി വന്നിട്ട് CP അബൂബക്കർ. കേരള സാഹിത്യ അക്കാദമിയുടെ ഫെല്ലോഷിപ്പ് ലഭിച്ചത്, വിശിഷ്ടാംഗത്വം ലഭിച്ചത് MM ബഷീറും N പ്രഭാകരൻ. ചെറുകഥ വന്നിട്ട് PF മാത്യൂസ്, മുഴക്കം എന്നതിന്. കവിത വന്നിട്ട് NG ഉണ്ണികൃഷ്ണൻ, കടലാസു വിദ്യ. നോവൽ വന്നിട്ട് V ഷിനിലാൽ, സമ്പർക്ക ക്രാന്തി. നാടകം എമിൽ മാധവി, കുമരു. സാഹിത്യ വിമർശനം S ശാരദക്കുട്ടി, എത്ര പ്രേരണകൾ എന്ന കൃതിക്ക്. വൈജ്ഞാനിക സാഹിത്യം CM മുരളീധരൻ, ഭാഷാസൂത്രണം പൊരുളും വഴികളും. 2 ഉണ്ട് കേട്ടോ. K സേതുരാമൻ, രണ്ടുപേർക്ക് കിട്ടിയത്. ഒന്നാമത്തെ ആളാണ് CM മുരളീധരൻ, രണ്ടാമത്തത് K സേതുരാമൻ, മലയാളി ഒരു ജനിതക വായന എന്ന കൃതിക്ക്. ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ BRP ഭാസ്കർ, ന്യൂസ് റൂം. യാത്രാ വിവരണം C അനൂപ്, ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുസ്തകം. രണ്ടാമത്തത് ഹരിത സാവിത്രി, മുറിവേറ്റവരുടെ പാതകൾ എന്ന കൃതിക്ക്. വിവർത്തനം V രവികുമാർ, ബോധർ. ബാലസാഹിത്യം ഡോക്ടർ K ശ്രീകുമാർ, ചക്കര മാമ്പഴം. ഹാസ്യ സാഹിത്യം ജയന്ത് കാമിച്ചേരിയിൽ, ഒരു കുമരകംകാരൻ്റെ കുരുത്തം കെട്ട ലിഖിതങ്ങൾ. കേരള സാഹിത്യ അക്കാദമി തിരുക്കൊച്ചി ഗവൺമെൻറ്റാണ് രൂപീകരിച്ചത്. 1956 ഒക്ടോബർ 15 രൂപം കൊണ്ടത്. കേരള സാഹിത്യ അക്കാദമിയുടെ രൂപം കൊണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത്. പിന്നെ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഉദ്ഘാടനം ചെയ്തു. പിന്നെ അതിനുശേഷം 1957 തൃശ്ശൂരിലേക്ക് മാറ്റി. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡൻറ്റ് സർദാർ KM പണിക്കർ. ആദ്യ സെക്രട്ടറി വന്നിട്ട് പാല നാരായണൻ നായർ. കേരള സാഹിത്യ അക്കാദമിയുടെ ലക്ഷ്യങ്ങൾ മലയാള ഭാഷയിലെ കൃതികളെ മറ്റു ഭാഷകളിലേക്കും മറ്റു ഭാഷകളിലെ കൃതികളെ മലയാളത്തിലേക്കും തർജിമ ചെയ്യുക. സാഹിത്യ ശില്പശാലകൾ സംഘടിപ്പിക്കുക. മൂന്നാമത് സാഹിത്യ വിജ്ഞാന കോശങ്ങളും ചരിത്ര ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരിക്കുക. 4 സാഹിത്യ പുരസ്കാരങ്ങൾ നൽകുക എന്നതാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ലക്ഷ്യങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.